ഇത് വിനാഗിരിയോ എണ്ണയോ ഒന്നും ചേർക്കാതെ പപ്പയ്ക്കും നാരങ്ങയും കൂടി ഒരു അച്ചാറിടാൻ കേട്ടോ. അപ്പം നല്ല വലിയ വെളുത്തുള്ളിയാണ് കിട്ടിയത്. അപ്പം ഞാൻ കുറച്ച് വെളുത്തുള്ളിയും അതിന് ആവശ്യത്തിനുള്ള ഉപ്പും കുറച്ച് കാന്താരി മുളകും വെള്ളവും കൂടി ചേർത്തിട്ടൊന്ന് വേവിച്ചെടുക്കാം. അതിന് വേണ്ടിയിട്ട് അടുപ്പത്തോട്ട് വയ്ക്കുന്നുണ്ട്. അതിലോട്ട് തന്നെ നമുക്ക് ഒരു കഷ്ണം കായവും കൂടി ചേർത്ത് കൊടുക്കാം. ഒരല്പം വലിയ കഷ്ണം കായം തന്നെ ഞാൻ ചേർക്കുന്നുണ്ട്. അതൊന്ന് വെന്ത് വരുമ്പോഴേക്കും അതിലേക്ക് നമ്മൾ സ്ക്വയർ ഷേപ്പിൽ അരിഞ്ഞ് വെച്ചിരിക്കുന്ന പപ്പയ്ക്കയും കൂടി ചേർത്തൊന്ന് വേവിച്ചെടുക്കാമേ. അപ്പോൾ പപ്പയ്ക്ക ചേർത്തപ്പോൾ കുറച്ച് ഉപ്പ് കുറവായതുകൊണ്ട് ഞാൻ കുറച്ചും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ 3 സ്പൂൺ മുളക് പൊടിയാണ് ഞാനിവിടെ ചേർക്കുന്നത്. കാശ്മീരി ചില്ലി സാദാ മുളകും കൂടി ചേർത്തതാണ്. അതെല്ലാം കൂടി നല്ല രീതിയിലൊന്ന് വെന്ത് കുറുക്കി വരണം കേട്ടോ. അപ്പം ഈ സമയത്ത് വെള്ളം കുറവാണെങ്കിൽ ഒരല്പം വെള്ളവും കൂടി ചൂടാക്കി ഒഴിച്ചു കൊടുക്കാമേ. ഇതെല്ലാം കൂടി നല്ല രീതിയിൽ വെന്ത് വന്നതിന് ശേഷം നമുക്ക് അതിനെ ഒന്ന് മാറ്റി വയ്ക്കാം. അപ്പം ഒരു പാൻ വെച്ചിട്ട് അതൊന്ന് ചൂടാകുമ്പോഴേക്കും കുറച്ച് ഉലുവ ഇട്ട് കൊടുക്കാം. അതിനെ ഒന്ന് വറുത്തെടുത്ത് ഒന്ന് പൊടിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ അതേ പാത്രത്തിലേക്ക് തന്നെ നമുക്ക് കുറച്ച് കടുവും കൂടി ചേർത്ത് കൊടുക്കാം. എണ്ണയൊന്നും ചേർക്കാതെ തന്നെ കടു നമുക്കൊന്ന് പൊട്ടിച്ചെടുക്കാം. അപ്പോൾ ആ പൊട്ടിച്ചെടുത്ത കടുവിനെ നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുന്ന വെളുത്തുള്ളിയുടെയും പപ്പയുടെയും കൂട്ടിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പം കുറച്ച് ആ ഉലുവയും നമ്മൾ വറുത്തെടുത്ത ഉലുവയും കൂടി പൊടിച്ച് അതിലോട്ടൊന്ന് ചേർത്ത് കൊടുക്കാമേ. അപ്പോൾ ഈ അരപ്പെല്ലാം തണുത്തതിന് ശേഷം നമ്മൾ നാരങ്ങ ഞാൻ നേരത്തെ 2 ദിവസം മുന്നേ കുക്കറിലിട്ട് നന്നായിട്ട് വേവിച്ചെടുത്തിട്ട് ഉപ്പും 1 സ്പൂൺ പഞ്ചസാരയും കൂടി ഇട്ട് നന്നായിട്ട് ഇളക്കി ഫ്രിഡ്ജിൽ വെച്ചിരുന്നതാണ്. അപ്പോൾ ഞാൻ ആ പ്രോസസ്സ് കാണിക്കാത്തത്. നേരത്തെ ഞാൻ നാരങ്ങ അച്ചാറിടുന്നതിൽ അത് കാണിച്ചിട്ടുണ്ട്, അതുകൊണ്ടാണ് കേട്ടോ ഇതിൽ കാണിക്കാത്തത്. അപ്പോൾ അതെല്ലാം കൂടി നന്നായിട്ട് ഇളക്കിയതിന് ശേഷം 1 സ്പൂൺ നമ്മുടെ ശർക്കര പാനിയും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതെല്ലാം കൂടി നല്ല രീതിയിലൊന്ന് മിക്സാക്കി എടുക്കുക. അപ്പോൾ ഇത് എണ്ണയോ വിനാഗിരിയോ ഒന്നും ചേർക്കുന്നില്ല, അതുകൊണ്ട് തന്നെ നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിട്ട് വേണം ഇതെടുക്കാനായിട്ട്. ഇത് പഴവും തോറുമാണ് കേട്ടോ ഇതിന് ടേസ്റ്റ് കൂടുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു